അപ്പോൾ ഇന്നത്തെ വീഡിയോ കിച്ചൺ കൗണ്ടർ ടോപ്പൊക്കെ ഓർഗനൈസ് ചെയ്യുന്നത് ഒട്ടും ചിലവില്ലാത്ത രീതിയിൽ ചെയ്തേക്കുന്നതാണ്. നമ്മൾ തന്നെ DIYs, അതായത് നമ്മൾ തന്നെ കുറച്ച് ഐറ്റംസ് ഒക്കെ ചെയ്തെടുത്തിട്ട് ചെയ്തേക്കുന്നതാണ്. അപ്പോൾ കൗണ്ടർ ടോപ്പിലായാലും അതുപോലെ തന്നെ കുറച്ചധികം സ്റ്റിക്കേഴ്സ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊക്കെ എല്ലാവർക്കും ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണണം കേട്ടോ. ഈ ഒരു കൗണ്ടർ ടോപ്പൊക്കെ ഓർഗനൈസ് ചെയ്യാനായിട്ട് ഇഷ്ടമുള്ളവർ, അതുപോലെ തന്നെ എല്ലാം DIYs വെച്ചിട്ട് ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടാവുമല്ലോ. അപ്പോൾ നിങ്ങൾ എന്തായാലും കണ്ടു നോക്കുക. അപ്പോൾ എന്തായാലും യൂസ്ഫുൾ ആകും വീഡിയോ എന്ന് തന്നെ വിചാരിക്കുന്നത്. കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾക്ക് എന്തായാലും വീഡിയോ കണ്ടു നോക്കിയാലോ. അപ്പോൾ ദാ ഇവിടെ ഈ ഒരു ഏരിയ, കിച്ചൻ്റെ ഈ ഒരു ഏരിയയാണ്, ചെറിയൊരു ഏരിയ ഉള്ളൂ. ആ ഒരു ഭാഗമാണ് നമ്മൾ ചെയ്തെടുക്കാൻ പോകുന്ന കൗണ്ടർ ടോപ്പിൻ്റെ. പിന്നെ ഇതിലേക്ക് ഉപയോഗിച്ചിട്ടുള്ള ഓരോ ഐറ്റംസും ഞാൻ എൻ്റെ കയ്യിലുള്ള പഴയ ഐറ്റംസൊക്കെ തന്നെയാട്ടോ യൂസ് ചെയ്തേക്കുന്നത്. ഒന്നും പുതിയതായിട്ട് ഇതിലേക്ക് വാങ്ങിച്ച് ആഡാക്കിയിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. എന്തായാലും കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ ഒരു ബോർഡ് എടുത്തിട്ടുണ്ട്. ഇത് കട്ടിംഗ് ബോർഡ് പോലത്തെ ഒരു സംഭവമാണ്, കട്ടിംഗ് ബോർഡ് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഇതുപോലെ ടിഷ്യൂ പേപ്പർ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ കട്ടിംഗ് ബോർഡ് നിങ്ങളുടെ കയ്യിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ ഒന്നി കേക്ക് ബോർഡ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ട്രേ ഉണ്ടെങ്കിൽ യൂസ് ചെയ്യാം, വുഡൻ ട്രേ യൂസ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ ടൈപ്പ് ട്രേ ആണെങ്കിലും യൂസ് ചെയ്താൽ മതി. എന്നിട്ട് ഈ ഒരു രീതിയിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ടിഷ്യൂ പേപ്പർ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ എനിക്ക് ഓയിൽ ബോട്ടിലാണ് വെക്കാൻ പോകുന്നത്, അതുകൊണ്ടാണ് നമ്മളിതുപോലെ ടിഷ്യൂ പേപ്പർ വെച്ച് കൊടുത്തേക്കുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പം നിങ്ങൾ ഏതാണോ ഓയിൽ ബോട്ടിൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിങ്ങനെ വെച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ പല ഓയിലുകളായിട്ട് ഇങ്ങനെ പല ബോട്ടിലിൽ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കൗണ്ടർ ടോപ്പിൽ എപ്പോഴും യൂസ് ചെയ്യാനായിട്ട് എടുക്കുന്ന കുറച്ച് ഐറ്റംസ് മാത്രമാണ് വെക്കാനായിട്ട് നമ്മൾ പോകുന്നത്. പിന്നെ ഇതാ ഇതുപോലെ ഒരു ജഗ്. അപ്പോൾ ഇത് എന്താണ്, ഇതുപോലെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ എടുക്കുക. ഇതിപ്പം നമ്മുടെ കയ്യിൽ പഴയ ഒരു ജഗ് ഇരുന്നാണ്. അപ്പോൾ ഇത് ഒരു ഷോ പീസ് എന്നുള്ള രീതിയിൽ അങ്ങോട്ട് വെച്ച് കൊടുക്കുന്നേ ഉള്ളൂ. ആ ഒരു ഏരിയ കംപ്ലീറ്റ് ആകാൻ വേണ്ടിയിട്ട്, അതായത് ആ അടിയിൽ വെച്ചേക്കുന്ന ആ ഒരു ബോർഡ് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് മാത്രം വെച്ച് കൊടുത്തേക്കണയാണ് കേട്ടോ. ഇപ്പോൾ ഇനി നെക്സ്റ്റ് നമുക്ക് ഇവിടെ എന്തെങ്കിലും ഒരു ഡെക്കറേറ്റീവ് പീസ് പോലെ വെച്ച് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ഇതെന്ന് പറയുന്നത് കോഫി പൗഡറിൻ്റെ ബോട്ടിലാണ്. അപ്പോൾ ഇത് വേണമെങ്കിൽ എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഗ്ലാസ്, നമ്മൾ വെള്ളമൊക്കെ കുടിക്കുന്ന ഗ്ലാസ്സൊക്കെ ഉണ്ടല്ലോ, ചായ കുടിക്കുന്ന ഗ്ലാസ്, അപ്പോൾ പ്ലെയിൻ ആയിട്ടുള്ള ഗ്ലാസ് ഉണ്ടെങ്കിൽ എടുക്കാം. യൂസ് ചെയ്യാതെ വീട്ടിലിരിക്കുന്ന ഗ്ലാസ്സുകളൊക്കെ ഉണ്ടെങ്കിൽ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ഈ ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ ഒരു ഷേപ്പിൽ വന്നേക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് എന്തെങ്കിലും ഒരു ഷേപ്പുള്ള ടൈപ്പ് എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയായിട്ടുണ്ടാവും. ഇനി ഇതിലേക്ക് കുറച്ച് ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫ്ലവേഴ്സിന് പകരം നിങ്ങളുടെ കയ്യിൽ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് വെക്കാം. ഇനി അല്ലാതെ ഒറിജിനൽ ഫ്ലവേഴ്സ് ആയിട്ടുണ്ടെങ്കിൽ അത് വെച്ച് കൊടുക്കാം. പിന്നെ ഇതുപോലെ കുറച്ചുകൂടെ ഗ്ലാസ്സിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ വിടർന്നിരിക്കും. കുറച്ചുകൂടെ ലീഫുകളൊക്കെ ഉള്ളതാണെങ്കിൽ കുറച്ചുകൂടെ അടിപൊളിയായിട്ടിരിക്കും കേട്ടോ. ഇനിയിപ്പം ഫ്ലവേഴ്സ് കയ്യിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ ആയിട്ടാണെങ്കിലും ഫ്ലവേഴ്സ് ഉണ്ടാക്കി വെച്ച് കൊടുത്താലും മതി. അപ്പോൾ ഒരുപാട് നമുക്ക് തന്നെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഫ്ലവേഴ്സൊക്കെ ഉണ്ട്. അപ്പം അതറിയാവുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്തും വെച്ച് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ സൈഡിലേക്ക് ചെറിയ 2 ഐറ്റംസും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ ഉപ്പൊക്കെ ഇട്ട് വെക്കുന്ന ചെറിയൊരു ബോട്ടിലായിരുന്നു. അപ്പോൾ അത് ഇപ്പോൾ ഇവിടെ നമ്മൾ ഒരു ഭംഗിക്ക് വേണ്ടി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം ഇതുപോലെ കുട്ടികളുടെ പഴയ കളിപ്പാട്ടങ്ങൾ, അപ്പോൾ അതായത് കുറച്ച് ക്വാളിറ്റിയുള്ള കുറച്ച് ഭംഗിയുള്ള ടൈപ്പ് കളിപ്പാട്ടങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് പലതരത്തിൽ ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ ഞാൻ ഇതിൽ നിന്നും ഒരെണ്ണം മാത്രം എടുക്കുന്നുണ്ട്. ഈ ഒരു ഗ്രേപ്സിൻ്റെ എടുക്കുന്നുണ്ട്. അപ്പോൾ അതെടുത്തിട്ട് നമ്മൾ ഇതുപോലെ ഈ കുഞ്ഞ് ബോട്ടിലിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഒരു ഭംഗിക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഐഡിയ എന്നുള്ള രീതിയിൽ ഇതങ്ങ് ആഡാക്കി എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. പിന്നെ ഒരെണ്ണത്തിൻ്റെ ഉള്ളിൽ ഞാൻ 2 ഫിംഗർ ക്യാപ്പ് കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി കിച്ചൺ കൗണ്ടർ ടോപ്പിൽ മെയിനായിട്ട് വരുന്നത് ടീ, ഷുഗർ, അതുപോലെ കോഫി കണ്ടെയ്നേഴ്സാണ്. അപ്പോൾ അതെന്നുള്ളത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലേബിൾഡ് ആയിട്ടുള്ളത് വാങ്ങാൻ കിട്ടും. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ ലേബലുകൾ ഉണ്ടാക്കി നമ്മുടെ കയ്യിൽ പഴയുള്ള കുറച്ച് ഭംഗിയുള്ള കണ്ടെയ്നറുകൾ എടുത്ത് അതിലൊട്ടിച്ചിട്ട് നമുക്ക് കൗണ്ടർ ടോപ്പിൽ വെക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് അത് ഈസി ആയിട്ട് നമുക്ക് ഡെയിലി യൂസ് ആക്കുന്ന ഐറ്റംസ് ആയതുകൊണ്ട് കൗണ്ടർ ടോപ്പിൽ വെക്കാനും പറ്റും. അപ്പോൾ നമ്മളിവിടെ കുറച്ച് സെറാമിക് ജാറുകളിൽ ഇതുപോലെ ലേബലുകൾ ഉണ്ടാക്കി ഒട്ടിക്കുക കേട്ടോ ചെയ്യുന്നത്.
അപ്പോൾ ഇത് ഞാൻ കുറച്ച് മുന്നത്തെ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നതുകൊണ്ട് ഇവിടെ പെട്ടെന്നൊന്ന് കാണിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ തന്നെ മുന്നോട്ട് നമ്മൾ കുറച്ച് സ്റ്റിക്കറുകൾ ഉണ്ടാക്കുന്നുണ്ട്. അതിൽ ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഇതാ ഇവിടെ നമ്മൾ ഷുഗർ കണ്ടെയ്നറിൽ ഷുഗർന്ന് എഴുതി കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ ടീ കണ്ടെയ്നറുകൾ, അതുപോലെ തന്നെ ഉപ്പിട്ട് വെച്ചേക്കുന്ന ഒരു കണ്ടെയ്നർ ഉണ്ട്. അപ്പോൾ അതും എഴുതി ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് മൂന്നുമാണ് ഞാൻ കൗണ്ടർ ടോപ്പിൽ വെക്കാനായിട്ട്, എനിക്ക് ഈ മൂന്നെണ്ണമാണ് യൂസ് ആക്കാനായിട്ട് വേണ്ടത് ഡെയിലി. അപ്പോൾ ഞാൻ അങ്ങനെ അങ്ങ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മെയിനായിട്ട് വേണ്ടത് കിച്ചണിൽ ഒരു ക്ലോക്ക് എന്തായാലും വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് ഒരു പഴയ ക്ലോക്കാണ് എടുത്തേക്കുന്നത്. ഇതുപോലെ ഒരു ചെറിയ ക്ലോക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഇതുപോലെ കുറച്ച് പെയിൻ്റൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ കുറച്ച് അക്രിലിക് കളേഴ്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിൽ ഇങ്ങനെ നമുക്ക് കുറച്ച് പെയിൻറ്റ് അടിച്ചു കൊടുക്കാം. അപ്പം ഞാനിത് പഴയതെടുക്കാൻ തന്നെ കാരണം, ഇതിപ്പോൾ നിങ്ങളുടെ കയ്യിൽ പഴയതുണ്ടെങ്കിൽ അത് യൂസ് ചെയ്താൽ മതി. നമുക്കിതിന് വേണ്ടിയിട്ട് പുതിയത് വാങ്ങിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ കുറച്ച് പെയിൻറ്റ് പോയ ഭാഗത്ത് ഞാൻ ആ ഒരു കളറൊന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലൊരു ഗോൾഡൻ കളറാണ് വന്നേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഗോൾഡൻ കളർ തന്നെ അടിച്ചു കൊടുത്തിട്ടുണ്ട്. അതും അങ്ങനെ അതിൻ്റെ ആ ഒരു ഏരിയയുടെ സൈഡിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് എൻ്റെ കൗണ്ടർ ടോപ്പിൻ്റെ ഇവിടെ മുകൾ ഭാഗത്തൊരു ഏരിയയിൽ ഇതുപോലെ ഹാങ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ ഒരു എസ് ടൈപ്പ് ഹുക്ക് ഇവിടെ ഹാങ് ചെയ്യുന്നുണ്ട്. ഇത് ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ മീഷോ ആമസോൺ ഹോളിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു, കിച്ചൺ ഐറ്റംസിൻ്റെ ഹോളിൽ. അപ്പോൾ ഇത് എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളത് ഞാൻ അന്ന് പറയാമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാട്ടോ, ഇങ്ങനെയാട്ടോ ഞാനിത് യൂസ് ചെയ്യുന്നത്. ഇതുപോലെ കപ്പ് നമുക്ക് ഇതുപോലെ ഹോൾഡ് ചെയ്ത് ഇടാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ഹാങ് ചെയ്തിടാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് ഇതുപോലെ കപ്പൊക്കെ വെക്കാനായിട്ട് ഏരിയ ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഹാങ്ങിങ് ചെയ്യാൻ പറ്റിയ എന്തെങ്കിലും ഐറ്റംസ് ഉണ്ടെങ്കിൽ ഇതുപോലെ ഹാങ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ ഒരു ഭംഗിക്ക് അതവിടെ അങ്ങനെ വെക്കാനും പറ്റും. നല്ല ലുക്ക് ഉണ്ടാവും കാണാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ഇട്ട് തൂക്കിയിടുമ്പോഴേക്കും നല്ല ഭംഗിയുള്ള കപ്പുകൾ ഇടുവാണെങ്കിൽ നല്ല രസമുണ്ടാവും കാണാൻ വേണ്ടിയിട്ട്, ബ്യൂട്ടിഫുള്ളായിട്ടിരിക്കും. ഇനി നെക്സ്റ്റ് ഐഡിയ നോക്കാം. ഇനി നെക്സ്റ്റ് ഞാൻ ഇതുപോലെ ഒരു മഗ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു പഴയ മഗ്ഗാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഒരു സ്പൂൺ ഹോൾഡറായിട്ട് ഞാൻ നേരത്തെ യൂസ് ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പോൾ വെള്ളമൊക്കെ വീണപ്പോഴത്തേക്ക് ഈ മഗ് ഈ ഒരു ഒരു തരം ബ്ലാക്ക് കളർ അതിൽ വന്നു പോയി കേട്ടോ. ഇനിയിപ്പം നമ്മൾ അതൊന്ന് ഭംഗിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പൊട്ടിയിട്ടൊന്നും ഇല്ലാത്ത മഗ്ഗാണ്. അപ്പോൾ നമുക്കത് യൂസ് ആക്കാമല്ലോ. അപ്പോൾ ഇതുപോലെ കുറച്ച് ആക്രിലിക് കളേഴ്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വൈറ്റ് കളറാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു കളർ വെച്ചിട്ട് നമുക്കതൊന്ന് ഭംഗിയാക്കി എടുക്കാം. അപ്പോൾ ഇതുപോലൊരു സ്പഞ്ച് എടുത്തിട്ട് നമ്മളിതുപോലെ ബോട്ടിലിനൊക്കെ നമ്മൾ ഇതുപോലെ പെയിൻറ്റിങ് ചെയ്യില്ലേ, അപ്പോൾ ഈ ഒരു സ്പഞ്ച് എടുക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് പെയിൻറ്റിങ് നല്ല ഫിനിഷിങ്ങിൽ ചെയ്യാൻ പറ്റും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്പഞ്ച് എടുക്കുന്നത്. പിന്നെ ഇതുപോലെ മാസ്കിംഗ് ടേപ്പ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ടേപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് വേണ്ട ഭാഗം അങ്ങ് കവർ ചെയ്തിട്ട് ബാക്കി ഭാഗത്തേക്ക് പെട്ടെന്ന് തന്നെ അങ്ങ് കവർ ചെയ്ത് പെയിൻറ്റിങ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ആ ഒരു ഗുഡ് മോർണിംഗ് എന്ന് എഴുതിയതും പിന്നെ അവിടെ ഒരു ബ്ലൂ ലൈൻ ഉള്ളതും അങ്ങ് കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഞാൻ ആദ്യം വിചാരിച്ചത് ഫുള്ളായിട്ട് കളർ അടിച്ച് കൊടുക്കാം. ഇതുപോലെ വൈറ്റ് കളർ കൊടുത്തിട്ട് വേറെ എന്തെങ്കിലും കളർ കൊണ്ട് മുകൾ ഭാഗത്ത് നല്ല ഭംഗിയാക്കി എടുക്കാമെന്നൊക്കെ ആയിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെയാണെന്ന് വിചാരിച്ചത് ഇതുപോലെ ഗുഡ് മോർണിംഗ് നമ്മൾ കിച്ചണിൽ വെക്കണതാണല്ലോ, അപ്പോൾ ഒരു ഗുഡ് മോർണിംഗ് ഒക്കെ ഉള്ളത് അടിപൊളിയായിരിക്കുമല്ലോ. ഇനിയിപ്പോൾ വേറൊരു മഗ് ഉണ്ടായിരുന്നില്ലേ, അപ്പോൾ അതിൽ ഫുള്ളായിട്ട് വൈറ്റ് അടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതുപോലെ സൈഡിലൊരു മാസ്കിംഗ് ടേപ്പ് ഒന്ന് നമ്മളിങ്ങനെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം ആ ഒരു ഏരിയയിൽ മാത്രം നമുക്ക് ഈ ഒരു യെല്ലോ കളർ വരാൻ വേണ്ടിയിട്ടാണ്. വൺ സൈഡ് ഹാഫ് സൈഡ് വൈറ്റ് കളറും പിന്നെ ഹാഫ് സൈഡ് വരുന്ന യെല്ലോ കളറും അങ്ങനെ ആ ഒരു രീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു മാസ്കിംഗ് ടേപ്പ് വെച്ചുകൊണ്ട് തന്നെ കറക്റ്റ് ആ ലൈൻ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പം രണ്ട് മഗ്ഗുകളും ഡ്രൈ ആയി വന്ന ശേഷം നമുക്ക് മാസ്കിംഗ് ടേപ്പുകൾ മാറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ ഒരു ഉൾഭാഗത്ത് കുറച്ച് ഭാഗമൊന്നും പെയിൻറ്റിങ് ആവാത്ത ഭാഗത്തൊക്കെ നമുക്ക് ഒരു ബ്രഷ് വെച്ചിട്ട് വേണമെങ്കിൽ പെയിൻറ്റിങ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ ആ രണ്ടെണ്ണവും നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങളുടെ കിച്ചണ്
ആപ്റ്റായിട്ട് വരുന്ന കളേഴ്സ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അടിച്ചു കൊടുത്തിട്ടോ എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ ഇതുപോലെ കുറച്ച് മണി പ്ലാന്റ്, എന്തെങ്കിലും പ്ലാന്റ് വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ കുറച്ച് മണി പ്ലാന്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് അതൊരു കോർണറിൽ അങ്ങ് വെക്കലാണ്, ഒരു സൈഡിൽ അതിൻ്റെ കൂടെ തന്നെ അങ്ങ് വെച്ച് കൊടുക്കലാണ് കേട്ടോ. പിന്നെ നമ്മൾ നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്ന ആ 2 ചെറിയ ഒരു ഉപ്പൊക്കെ ഇട്ട് വെക്കുന്ന ആ ചെറിയ ബോട്ടിലുണ്ടല്ലോ, അതാ ഇതിൻ്റെ സൈഡിലേക്ക് മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു കിച്ചൺ ചെയ്ത് നമ്മൾ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മളൊന്ന് ഓർഗനൈസ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ നമുക്ക് ഐഡിയ മാറി വരും. അതിനനുസരിച്ച് നമുക്ക് മാറ്റി മാറ്റി വെച്ച് കൊടുക്കാനും പറ്റും കേട്ടോ. അപ്പോൾ കംപ്ലീറ്റ് ആകുമ്പോഴാണ് നമുക്ക് ആ ഒരു കംപ്ലീറ്റ്ലി ലാസ്റ്റ് ലുക്കിലേക്ക് വരുള്ളൂ. പിന്നെ നമ്മൾ ഇനി വേറെ കുറച്ച് സ്റ്റിക്കേഴ്സ് നമുക്ക് ചെയ്തെടുക്കണം. അതായത് കിച്ചൺ വാൾ സ്റ്റിക്കേഴ്സാണ് കേട്ടോ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പം എന്താണോ വേണ്ടത് അത് എഴുതി കൊടുക്കാം. ഇപ്പം ഞാനിവിടെ കുറച്ച് ഇതുപോലെ എഴുതി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഫൈനൽ ലുക്ക് കാണുമ്പോൾ മനസ്സിലാവും ഇതെന്താണ് എഴുതി കൊടുത്തേക്കണേന്നുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് വേറെ കുറച്ച് സ്റ്റിക്കേഴ്സും കൂടെ ആഡ് ആക്കാനുണ്ട്. അപ്പോൾ മെയിനായിട്ട് വേണ്ട 2 എണ്ണം മാത്രമാണ് ഇപ്പോൾ ഇതിൽ എഴുതി കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതൊരു വൈറ്റ് ഷീറ്റ് എടുത്തിട്ട് മാർക്കർ പെന്നുകൊണ്ട് അങ്ങനെ എഴുതി കൊടുക്കലാണ്. സ്കെച്ചോ മാർക്കർ പെന്നോ എന്ത് വേണമെങ്കിലും വെച്ചിട്ട് നിങ്ങളുടെ കയ്യിലുള്ളത് വെച്ചിട്ട് എഴുതി കൊടുക്കുക കേട്ടോ. അപ്പോൾ അതങ്ങനെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കാൻ അറിയാത്തവർ ഇതിവിടെ നിന്ന് കണ്ടോളൂ കേട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ കറക്റ്റായിട്ട് പറയുന്നുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഓരോന്നും കട്ട് ചെയ്തെടുക്കണം. അതായത് ഓരോ ലെറ്റേഴ്സും കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിത്തിരി ക്ഷമയോടുകൂടി ഇരുന്ന് ചെയ്യേണ്ട കാര്യമാണ് കേട്ടോ. നമുക്കിത്തിരി ഇങ്ങനെ ഓരോന്ന് കട്ട് ചെയ്തെടുക്കാനായിട്ട് കുറച്ച് ടൈം പോകും. കുറച്ച് ടൈം ഉണ്ടെങ്കിലാണ് ഇതിങ്ങനെ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഓരോ ലെറ്റേഴ്സും നമുക്കിങ്ങനെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി ഇങ്ങനെ സ്റ്റിക്കർ ചെയ്യാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ വേറൊരു ഈസി ഐഡിയയും കൂടെ ഇതിലേക്ക് നമ്മൾ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കണ്ടു എന്നാലാണ് അതും കൂടെ കിട്ടുള്ളൂ. അപ്പോൾ എല്ലാ ലെറ്റേഴ്സും നമുക്കിങ്ങനെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ കംപ്ലീറ്റ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേറെ കുറച്ച് സ്റ്റിക്കേഴ്സും കൂടെ വേണം. അതും നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ ആദ്യം ഒന്ന് ജസ്റ്റ് ഒരു റഫായിട്ടൊന്ന് പെൻസിൽ കൊണ്ട് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പം മാർക്കർ കൊണ്ട് വരയ്ക്കുന്ന ടൈമിൽ ഇനി വല്ല തെറ്റിപ്പോവുകയാണെങ്കിൽ പിന്നെയും നമുക്ക് മാറ്റി വരയ്ക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പെൻസിൽ കൊണ്ട് ഫസ്റ്റ് ഒന്നിങ്ങനെ വരച്ചു കൊടുക്കുന്നത്. റഫായിട്ടങ്ങ് വരച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതങ്ങനെ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം നിങ്ങൾക്ക് വേണ്ട സ്കെച്ചോ അങ്ങനത്തെ എന്താണോ സ്കെച്ച് പെൻസൊക്കെ എടുത്ത് വെക്കുക. എന്നിട്ട് കളർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ എന്ത് കളേഴ്സാണ് വേണ്ടത് അതൊക്കെ നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം. അപ്പോൾ എനിക്ക് വേണ്ട രീതിയിലുള്ള 2-3 കളേഴ്സൊക്കെ അങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പം ഡ്രോയിങ് ഒക്കെ അടിപൊളിയായിട്ട് അറിയാവുന്നവരാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് വരച്ചു കൊടുക്കാനും പറ്റും. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാനും വരച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു ഐഡിയ മാത്രമാണ്. ഈ ഐഡിയയിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഇതുവരെ കാണിച്ച ഓരോ ഐഡിയയും നിങ്ങൾക്ക് മാറ്റി നിങ്ങളുടെ ഇഷ്ടപ്പെട്ട രീതിയിൽ നിങ്ങൾക്ക് മാറ്റി ചെയ്യാവുന്നതാണ്. ഇതിപ്പം ജസ്റ്റ് ഒരു ഐഡിയ, ഒരു ചെറിയൊരു ഐഡിയ ഞാൻ തരുന്നു എന്ന് മാത്രമാണല്ലോ ഉള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ രീതിയിലേക്ക് ഇത് മാറ്റി നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ആഡ് ചെയ്ത് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്കിതൊക്കെ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ കുറച്ച് കപ്പുകളും അതുപോലെ തന്നെ കപ്പ് കേക്ക്സും ഒക്കെ വരച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അത് നമുക്ക് ഒന്നുകൂടെ ഒന്ന് ഭംഗിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ വൈറ്റ്നർ എടുത്തിട്ടുണ്ട് കേട്ടോ. വൈറ്റ്നർ വെച്ചിട്ട് ഇതുപോലെ കുറച്ച് വരച്ചും കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്ത് ഓരോന്നും സ്റ്റിക്കേഴ്സ് ആക്കി മാറ്റണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിനി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ എഴുതി വെച്ചിട്ടുള്ള ആ കുറച്ച് ലെറ്റേഴ്സും ഇതും കൂടി നമുക്കിങ്ങനെ കട്ട് ചെയ്തെടുക്കാം.
ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കട്ട് ചെയ്യുന്ന ടൈമിൽ ഇതുപോലെ കുറച്ച് വൈറ്റ് പാർട്ട് വിട്ടിട്ട് വേണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി എല്ലാം നമ്മളിങ്ങനെ കട്ട് ചെയ്തെല്ലാം വെച്ച് കഴിഞ്ഞു. ഇനി ബാക്കി കാര്യങ്ങൾ ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ബട്ടർ പേപ്പറും ഇതുപോലൊരു സെല്ലോ ടേപ്പും ആണ് കേട്ടോ വേണ്ടത്. അപ്പോൾ സെല്ലോ ടേപ്പ് വീതിയുള്ളത് എടുക്കുക, അതായിരിക്കും കുറച്ച് ഈസി ആയിട്ടുള്ളത്. കാരണം നമ്മൾ എഴുതി വെച്ചേക്കുന്ന ലെറ്റേഴ്സ് ആയാലും ബാക്കി ഉണ്ടാക്കുന്ന സ്റ്റിക്കേഴ്സൊക്കെ ആണെങ്കിലും അത്യാവശ്യം വലുപ്പമുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെ വലിയ വീതിയുള്ള സെല്ലോ ടേപ്പ് ആണെങ്കിലാണ് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്. ചെറുത് വെച്ചിട്ടും ചെയ്യാൻ പറ്റും, പക്ഷെ അത് കുറേ പ്രാവശ്യമായിട്ട് നമുക്ക് ഒട്ടിച്ചെടുത്താലാണ് പറ്റുള്ളൂ. അപ്പോൾ ഇതുപോലെ നമ്മൾ ലെറ്റേഴ്സ് ഇങ്ങനെ ബട്ടർ പേപ്പറിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതുപോലെ സെല്ലോ ടേപ്പ് കൊണ്ട് കറക്റ്റായിട്ട് അങ്ങ് ഒട്ടിച്ചു കൊടുക്കുക. അപ്പം ഒട്ടിച്ചു കൊടുക്കുന്ന സമയത്ത് ഇതുപോലൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒന്നിത്തിരി ക്ഷമയോടുകൂടി ഒട്ടിക്കുക കേട്ടോ. ഒന്ന് പോയിട്ടുണ്ടെങ്കിൽ അതൊന്ന് മാറ്റി വെച്ചിട്ട് മാത്രം ഒട്ടിച്ചു കൊടുക്കുക. പിന്നെ ഞാനിപ്പോൾ ഒട്ടിച്ച പോലെ അങ്ങനെ വലിച്ചു പിടിച്ച് ഒട്ടിക്കരുത് കേട്ടോ. വലിച്ചു വിട്ട് ഒട്ടിക്കുമ്പോഴേക്കും ഇതുപോലെ ചുളിവുകൾ വീഴാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒന്ന് അത്ര വലിച്ചു പിടിച്ചിട്ട് ഒട്ടിക്കാതിരിക്കുക കേട്ടോ. കണ്ടോ, ഇപ്പോൾ ഒട്ടിക്കുന്നതാണെങ്കിൽ അത്രയും പ്രശ്നമില്ല. ഇപ്പോൾ ഈ കറക്റ്റായിട്ട് ഇപ്പോൾ ലാസ്റ്റ് ഒട്ടിച്ച് ഇപ്പം നമ്മൾ ഈ ലവ് എന്നുള്ളതിൻ്റെ മുകളിൽ ഒട്ടിച്ചേക്കുന്നതാണ് കറക്റ്റായിട്ട് വന്നത്. അപ്പോൾ വലിച്ചു പിടിച്ച് ഒട്ടിക്കാതിരിക്കുക കേട്ടോ. ഇനി ലെറ്റേഴ്സ് കഴിഞ്ഞു. പിന്നെ ഇതുപോലെ ഇനി വരച്ച് വെച്ചേക്കുന്നതിൻ്റെ മുകളിലും സെയിം തന്നെ സെല്ലോ ടേപ്പ് കൊണ്ട് ഇങ്ങനെ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. പിന്നെ ഇത് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം ഓരോന്നും വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഓരോ പിക്ചർ ആണെങ്കിലും ലെറ്റേഴ്സ് ആണെങ്കിലും വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് വേണം നമുക്കിതുപോലെ സെല്ലോ ടേപ്പ് കൊണ്ട് ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇനി അങ്ങനെ നമ്മൾ എല്ലാം തന്നെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതുപോലെ വീണ്ടും കട്ട് ചെയ്തെടുക്കണം. അതിലും നമ്മൾ കുറച്ച് ഭാഗം വിട്ടിട്ട് വേണം ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇത് കണ്ടോ, ഇത്രയും ഞാൻ കുറച്ച് ഭാഗം തന്നെ, കൂടുതൽ ഭാഗം തന്നെ വിട്ടിട്ടാണ് കട്ട് ചെയ്തേക്കുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിൻ്റെ ഗ്യാപ്പ് ഇട്ടിട്ട് നിങ്ങൾ വെച്ച് കൊടുക്കണം എന്നുള്ള കാര്യം കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഇതുപോലെ മാർക്കർ പെൻ ചരിഞ്ഞ നിബുള്ളതാണെങ്കിൽ കുറച്ചുകൂടി അടിപൊളിയായിട്ട് നമുക്ക് എഴുതിയെടുക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ഇത് കിട്ടിയപ്പോൾ ഇത്തിരി വൈകിപ്പോയി. അതുകൊണ്ട് ഇപ്പോൾ ഞാനത് എഴുതി കംപ്ലീറ്റ് ആവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് പിന്നെ നമ്മളിതുപോലെ ബോൾഡാക്കി കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇത് വെച്ചിട്ട് എഴുതാൻ നന്നായിട്ട് അറിയാവുന്നവരാണെങ്കിൽ അത് വെച്ച് എഴുതിക്കോട്ടെ. അതായിട്ട് കുറച്ചുകൂടി അടിപൊളിയായിട്ട് വരിക. ഇനി നമുക്കിതുപോലെ കിച്ചണിൻ്റെ വാളിലേക്ക് നമുക്കിതുപോലെ ഓരോ സ്റ്റിക്കേഴ്സും ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഈ സ്റ്റിക്കറിൻ്റെ പുറകിലുള്ള ബട്ടർ പേപ്പർ ഇതുപോലെ കീറിക്കളയണം. അപ്പോൾ നമുക്ക് ആ ബാക്കി ബാലൻസ് നിൽക്കുന്ന ആ ഒരു സെല്ലോ ടേപ്പ് കൊണ്ടിട്ടാണ് നമ്മുടെ ഇതിവിടെ ഒട്ടിയിരിക്കുക. നമ്മുടെ വാളിൽ ഇതുപോലെ ഒട്ടിയിരിക്കുക. അതുപോലെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഈ സ്റ്റിക്കർ വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്കത് റിമൂവ് ചെയ്ത് കളയാനും പറ്റും കേട്ടോ. അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ടും ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. പിന്നെ ഇങ്ങനെ സ്റ്റിക്കർ ഉണ്ടാക്കുമ്പോഴേക്കും നമുക്ക് ഈ സ്റ്റിക്കറുകൾ കീറിയെടുക്കാനായിട്ട് ബട്ടർ പേപ്പർ മാറ്റിയെടുക്കാനായിട്ട് കുറച്ച് പാടുണ്ട്. ലെറ്റേഴ്സിൻ്റെ മാത്രം നമുക്ക് മറ്റേ പിക്ചേഴ്സ് വരച്ചിട്ട് ചെയ്യുമ്പോഴത്തേക്കും അത്രയും പ്രോബ്ലം ഇല്ല. അപ്പം ഈസി ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇൻവിസിബിൾ ടേപ്പ് കിട്ടും. ഈ ടേപ്പിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാവുന്നവരാണോ? ഇല്ലാന്നുണ്ടെങ്കിൽ പറയാം. ഇതുപോലെ ഈ ടേപ്പ് ഇങ്ങനെ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. നമുക്ക് സെല്ലോ ടേപ്പ് പോലെ തന്നെ, പക്ഷേ ഇതിൻ്റെ മുകളിൽ നമുക്ക് എഴുതി കൊടുക്കാൻ പറ്റും. മാർക്കർ പെൻ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെ നിൽക്കും കേട്ടോ. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് റിമൂവ് ചെയ്ത് കളയാനും പറ്റും. വേണ്ടാത്തപ്പോൾ നമുക്ക് ഈ സ്റ്റിക്കർ മാറ്റിക്കളയാനും പറ്റും കേട്ടോ. അപ്പോൾ അത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് മാത്രം നമ്മളിതുപോലെ ലെറ്റേഴ്സ് ചെയ്തെടുത്തത്. പക്ഷേ ഇതുപോലെ നമ്മളിപ്പോൾ ആദ്യം ചെയ്ത പോലെ ചെയ്തെടുക്കുമ്പോൾ നല്ല ഭംഗിയിൽ കിട്ടും എഴുതിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇതെന്ന് പറയുമ്പോൾ സ്റ്റിക്കറിന് വീതി കുറവാണ്. വീതിയുള്ള ഇതിൻ്റെ സ്റ്റിക്കർ വേറെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ. എൻ്റെ കയ്യിലിരിക്കുന്ന ഇപ്പം വീതി കുറഞ്ഞ സ്റ്റിക്കറുകളാണ്. അപ്പോൾ ഞാൻ 2 എണ്ണം യോജിപ്പിച്ച് അങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൽ ബാക്കി കാര്യങ്ങളൊക്കെ എഴുതി കൊടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് സ്റ്റിക്കറും ഇതുപോലെ തന്നെ ഒട്ടിച്ചു കൊടുത്തിട്ട് ഈസി ആയിട്ട് എഴുതി കൊടുക്കാനും പറ്റും കേട്ടോ. മാർക്കർ പെൻ, പെർമനൻറ്റ് മാർക്കർ പെൻ വെച്ചിട്ട് വേണം എഴുതി കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുണ്ടോ, നമ്മളിതിങ്ങനെ ഒരു സർഫസിൽ ഒട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ടത് റിമൂവ് ചെയ്യാൻ പറ്റും.
അപ്പോൾ അതാണ് കേട്ടോ ഈ ഒരു ടേപ്പ് വരുന്നത്. അപ്പോൾ നമുക്ക് ബാക്കി ലെറ്റേഴ്സും കൂടെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി ഉള്ളത് നമുക്കിതിലേക്ക് നമുക്ക് പെർമനൻറ്റ് മാർക്കർ പെൻ വെച്ചിട്ട് അങ്ങ് എഴുതി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് ഇങ്ങനെ ഒട്ടിച്ച് കൊടുത്ത ശേഷമാണല്ലോ എഴുതി കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്റ്റിക്കറിൽ തന്നെ ഡയറക്റ്റ് എഴുതി കൊടുത്തിട്ട് അങ്ങോട്ടങ്ങ് ഒട്ടിച്ച് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ നമുക്ക് കൗണ്ടർ ടോപ്പിൽ തന്നെ നിലത്ത് ഒട്ടിച്ചിട്ട് അങ്ങനെ എഴുതി കൊടുത്തിട്ട് പിന്നെ നമുക്ക് ആ സ്റ്റിക്കർ റിമൂവ് ചെയ്തിട്ട് അങ്ങനെ അങ്ങോട്ട് ഒട്ടിച്ച് കൊടുത്താലും മതി വാളിൽ. അപ്പോൾ ഞാൻ എഴുതാൻ ഉദ്ദേശിച്ചത് ദാ ഈ ഒരു എഴുതിയേക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കംപ്ലീറ്റ് എഴുതി കഴിയുമ്പോൾ മനസ്സിലാവും എന്താണെന്നുള്ളത്. അപ്പോൾ ദിസ് കിച്ചൺ ഈസ് സീസൺഡ് വിത്ത് ലവ്, അതാണ് കേട്ടോ നമ്മൾ എഴുതി കൊടുക്കുന്നത്. ഇത് കണ്ടോ, ഇതുപോലെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് അങ്ങനെ എഴുതി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഡാർക്കാക്കി ബോൾഡാക്കി എഴുതി കൊടുക്കേണ്ടതൊക്കെ അങ്ങനെ അവിടെ വെച്ച് തന്നെ അങ്ങനെ എഴുതി കൊടുക്കാം. അപ്പോൾ ഇതാ ഇത് എഴുതി കഴിഞ്ഞിട്ടാണെങ്കിലും നമുക്കിങ്ങനെ ഈസി ആയിട്ട് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. നമുക്ക് എന്താണ് ആ വാളിലേക്കൊന്നും പെയിൻറ്റോ കാര്യങ്ങളോ ഒന്നും ആവത്തൊന്നുമില്ല. അതായത് പെർമനൻറ്റ് മാർക്കർ പെന്നിൻ്റെ ആ ഒരു പെന്നിൻ്റെ മഷിയൊന്നും അതിലേക്ക് ആവില്ല കേട്ടോ. ഇനി നമുക്ക് കുറച്ചുകൂടെ ഞാൻ ഒട്ടിച്ച് കഴിഞ്ഞാട്ടോ ഓർത്തത് ഇതിൽ കുറച്ചുകൂടെയൊക്കെ എന്തൊക്കെയോ ഫില്ലാവാനുണ്ട്. അപ്പോൾ കുറച്ച് പിക്ചറും കൂടെ വരച്ച് കൊടുത്തിട്ട് കുറച്ചുകൂടെ സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കിയിട്ട് അങ്ങ് ഒട്ടിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഇപ്പം ഉണ്ടാക്കുന്ന അങ്ങനെ ബട്ടർ പേപ്പറിലേക്കൊന്നും അങ്ങനെ ഒട്ടിച്ചൊന്നും കൊടുക്കുന്നില്ല. ഇതുപോലെ തന്നെ ഡയറക്റ്റ് അപ്പോൾ ഉണ്ടാക്കി അപ്പോൾ തന്നെ അങ്ങ് ഒട്ടിച്ച് കൊടുക്കുകയാണ്. പിന്നീട് അത് മാറ്റി വെക്കുന്നൊന്നുമില്ല. അതുകൊണ്ട് ഇതുപോലെ വെറുതെ സെല്ലോ ടേപ്പിൻ്റെ അകത്തേക്ക് ഇങ്ങനെ ഓരോ പിക്ചർ വരച്ചിട്ട് അങ്ങ് ഒട്ടിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ റെഡ് ചില്ലിയുടെ പിന്നെ ഒരു ഹാർട്ടിൻ്റെ ഒരു പിക്ചറും പിന്നെ ഒരു വേറൊരു പിക്ചറും കൂടെ വരച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ അങ്ങ് നമ്മളിതുപോലെ സെല്ലോ ടേപ്പിലേക്ക് അങ്ങനെ ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അതായത് സെല്ലോ ടേപ്പിൻ്റെ ഇതേ കാണുന്ന പോലെ അങ്ങ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇതെല്ലാം നമുക്ക് അങ്ങനെ തന്നെ സ്റ്റിക്കേഴ്സ് അങ്ങനെ നമുക്ക് നേരത്തെ എഴുതി കൊടുത്തതിൻ്റെ സൈഡിലായിട്ട് നമുക്ക് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ചുകൂടെ ഭംഗി വരും. അപ്പോൾ നമ്മൾ കുറച്ച് ചെയ്ത് വരുമ്പോഴാണ് നമുക്ക് ഐഡിയാസ് വരിക. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഞാനെന്താ ഇനിയിപ്പോൾ ഇങ്ങനെ തന്നെ ഒട്ടിച്ച് കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങളും ചെയ്തു വരുമ്പോൾ നമുക്ക് പല പല ഐഡിയാസ് വരും. അപ്പോൾ അതിനനുസരിച്ച് അങ്ങ് ചെയ്താൽ മതി. അപ്പോൾ ദാ ഇതുപോലെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതങ്ങനെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അങ്ങനെ ഫുള്ളായിട്ട് നമ്മൾ പിക്ചേഴ്സും കാര്യങ്ങളും ഒക്കെ അങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ളത് എഴുതി കൊടുക്കാവുന്നതാണ്. ഇനി ഇതാ നമുക്ക് ബാക്കി സ്റ്റിക്കേഴ്സ് ഒട്ടിച്ച് കൊടുക്കണമല്ലോ. അപ്പോൾ ഇതാ അതിങ്ങനെ റിമൂവ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പിക്ചേഴ്സ് വരച്ചിട്ടുള്ളത് ലെറ്റേഴ്സിനെക്കാട്ടിൽ ഈസി ആയിട്ട് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ലെറ്റേഴ്സിനെക്കാട്ടിൽ നിന്നുമല്ല, നല്ല ഈസി ആയിട്ട് തന്നെ റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും പിക്ചേഴ്സ് വരച്ചിട്ടുള്ളത്. അപ്പം ഇതാ അത് നമ്മൾ ഇതുപോലെ കെറ്റിലൊക്കെ വെച്ചേക്കുന്ന ഏരിയയിൽ അങ്ങനെ ഒട്ടിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതങ്ങനെ 1 by 1 ആയിട്ട് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിതൊന്ന് ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ച് നോക്കുക എങ്ങനെ ഒട്ടിക്കണം എന്നുള്ളത്. അപ്പോൾ ഞാൻ 2-3 രീതിയിൽ അറേഞ്ച് ചെയ്ത് നോക്കിയിട്ട് പിന്നെ അങ്ങനെ മാറ്റിയും തിരിച്ചുമൊക്കെ ഒട്ടിച്ചിട്ട് ഒന്ന് ലാസ്റ്റ് ഫൈനലൈസ് ചെയ്തിട്ട് ഒരെണ്ണം ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതപ്പോൾ നമുക്ക് കാണാം. അപ്പോൾ ഫൈനലായിട്ട് ഞാൻ ഈ ഒരു രീതിയിൽ അങ്ങനെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇത് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുമ്പോഴേക്കും എനിക്കെന്തോ ഇത് നന്നായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു ഐഡിയ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ കേക്ക് ബോർഡാണ് കേട്ടോ എടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾ കേക്കൊക്കെ ഉണ്ടാക്കുന്നവരാണെങ്കിൽ എന്തായാലും നിങ്ങളുടെ കയ്യിൽ കേക്ക് ബോർഡുകൾ കാണും. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കേക്ക് വാങ്ങുന്ന ബർത്ത്ഡേക്കൊക്കെ കേക്ക് വാങ്ങില്ലേ, അപ്പോൾ കിട്ടുന്ന ആ ഒരു കേക്ക് ബോർഡ് എടുത്ത് വെച്ചാൽ മതി. അപ്പം അത് ഞാനൊന്ന് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതുപോലെ വെറുതെ ഒരു പ്ലാസ്റ്റിക് കവർ ഉണ്ടല്ലോ, നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന ഒരു കവർ, ആ കവർ എടുത്തിട്ടുണ്ട്. ആ കവറിലേക്ക് നമുക്ക് ഏതെങ്കിലും ഒരു ഇഷ്ടമുള്ള കളർ എടുക്കാം. അപ്പോൾ ഇവിടേക്ക് ഞാൻ ബ്രൗൺ കളറാണ് എടുത്തേക്കുന്നത്. എന്നിട്ട് വെറുതെ അതിലൊന്ന് കളർ മുക്കിയിട്ട് ഇതുപോലെ ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുന്ന പോലെ ഒന്ന് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു കളറ് ഈ ഒരു ഇങ്ങനെ ഒരു ഡിസൈനിലേക്ക് വരും. അപ്പോൾ ഫസ്റ്റ് ഞാൻ എടുത്തപ്പോൾ ഇത്തിരി കൂടി പോയിട്ടോ കളറ്. അപ്പം ഫസ്റ്റ് എടുക്കുമ്പോൾ വേണമെങ്കിൽ ഒരു ടിഷ്യൂലോക്ക് വല്ലതും ഒന്ന് ഡാബ് ചെയ്തിട്ട് ഇതിലേക്ക് ആക്കിയാൽ മതി. അല്ലെങ്കിൽ കുറച്ച് ഏരിയ മാത്രം കൂടുതൽ പോലെ ആയിട്ടുണ്ട്.
ഇനി ബാക്കി ഫുള്ളായിട്ട് സൈഡിൽ കൂടെ ഞാൻ ഈ ഒരു ഡിസൈനിലങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് ചെയ്യുക. ഇപ്പം ഞാൻ ഈ ഒരു കാണുന്ന രീതിയിൽ അങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒന്ന് എഴുതി കൊടുക്കാം. അപ്പം ഞാനിതാ ഇതുപോലെ ഒരു ബ്രഷ് എടുത്തിട്ട് അത് വെച്ചിട്ട് ഇങ്ങനെ എഴുതി കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇപ്പം ബ്രഷ് കൊണ്ട് എഴുതാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ മാർക്കർ പെന്നോ എന്തെങ്കിലും സ്കെച്ചോ അങ്ങനെ എന്തെങ്കിലും വെച്ചാണെങ്കിലും നിങ്ങൾക്ക് എഴുതി കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഹാപ്പിനെസ് ഈസ് ഹോം മെയ്ഡ് എന്ന് എഴുതി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇനി എഴുതി കൊടുത്തപ്പോൾ എനിക്ക് അത്ര ഭംഗി തോന്നിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചൊക്കെ ഒന്ന് ഡാർക്കൻ ചെയ്തും അതുപോലെ ഒന്ന് ഹൈലൈറ്റ് ചെയ്തും ഒക്കെ ഒന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ നമ്മൾ വൈറ്റ്നർ ഉണ്ടല്ലോ അതുകൊണ്ടിട്ടൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ചുകൂടെ അട്രാക്റ്റീവ് ആക്കാൻ വേണ്ടി കുറച്ച് ഞാൻ യെല്ലോ കളർ എടുത്തിട്ടുണ്ട്. അതും ഇതുപോലെ ബ്രഷ് കൊണ്ട് തന്നെ ഫുള്ളായി ഈ ഒരു രീതിയിൽ ഇതിൻ്റെ ഇടയ്ക്കൂടെ ഒന്നിങ്ങനെ ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ കുറച്ചുകൂടെ ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നമ്മൾ അത്രയും കഴിഞ്ഞു, അത് അത്രയേ ഉള്ളൂ ചെയ്തത്. ഇനിയിപ്പോൾ എന്താ ഇതുപോലെ നമുക്കിത് ഏതെങ്കിലും ഒരു ഏരിയയിൽ നമുക്ക് വെച്ച് കൊടുക്കാം, മാറ്റി മാറ്റി വെച്ച് കൊടുക്കാം. ഞാൻ എന്താ ഈ ഒരു ഏരിയയിൽ ആദ്യം ഫസ്റ്റ് നമ്മൾ ആ ഒരു സ്റ്റിക്കർ ഒട്ടിച്ച ഏരിയയിൽ ഒന്ന് വെച്ച് കൊടുത്ത് നോക്കി. പിന്നെ നമ്മൾ ഇവിടെ ഒരു ഡിഷ് റാക്ക് വെക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സൈഡിലായിട്ട് ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്ത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടെയും ഒന്ന് വെച്ച് കൊടുത്ത് നോക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഐഡിയ അനുസരിച്ച് മാറ്റി മാറ്റി നിങ്ങൾക്ക് വെച്ച് കൊടുത്ത് നോക്കാം ഏത് സ്ഥലത്താണത് കറക്റ്റായിട്ട് വരുന്നതെന്നുള്ളത്. അപ്പോൾ അത് വെക്കുന്നതിന് മുമ്പ് ദാ നമ്മൾ ഇതുപോലെ ഒരു സെറാമിക്കിൻ്റെ ജാർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു അടപ്പ് പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ഇങ്ങനെ യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിലൊരു മണി പ്ലാന്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്, കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട്. അപ്പോൾ ആ ഒരു ഡിഷ് റാക്കിൻ്റെ സൈഡിലായിട്ട് ഈ ഒരു സെറാമിക് ജാർ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സൈഡിലായിട്ട് ഇതൊന്ന് വെച്ച് കൊടുത്ത് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ആ ഒരു ഏരിയയിൽ വെച്ച് കൊടുത്തു. അപ്പോൾ ഇതൊന്ന് കുറച്ചുകൂടെ ബാക്കിലോട്ട് ഇറക്കി വെച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ ആ സെറാമിക് ജാർ കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ടാക്കിയിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് വേണമെങ്കിലും വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ ആ ഒരു ഏരിയയിൽ അങ്ങനെ വെച്ച് കൊടുത്തിട്ടോ. പിന്നെ നമ്മളിതാ ആ ഒരു ഗുഡ് മോർണിംഗ് എന്ന് എഴുതിയിട്ടൊരു കപ്പ് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ അതിൽ പ്രത്യേകിച്ച് ഞാനൊന്നും വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാ ഇതുപോലെ അതിൻ്റെ ഒരു സൈഡിലായിട്ട് നമ്മൾ കെറ്റിലിൻ്റെ സൈഡിലായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ഈ ഒരു സ്റ്റിക്കേഴ്സ്, വാൾ സ്റ്റിക്കേഴ്സ് ഇതുപോലെ കുറച്ചുകൂടെ ഡാർക്കനൊക്കെ ചെയ്ത് നമ്മൾ ലെറ്റേഴ്സൊക്കെ ബോൾഡാക്കി ഒന്നും കൂടെ ഒന്ന് എഴുതി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതുപോലത്തെ കുറച്ച് ഐഡിയാസ് നമ്മൾ കിച്ചണിൽ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഓരോ ദിവസവും നമുക്ക് നമ്മുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് നമുക്ക് ഓരോ ദിവസവും പണി കഴിഞ്ഞിട്ട് നമ്മളെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുന്ന ടൈമിൽ നമ്മുടെ ഐഡിയ അനുസരിച്ച് നമുക്ക് കിച്ചണിലെ പണിയൊക്കെ കഴിയുമ്പോഴേക്കും എല്ലാം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി അറേഞ്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ കിച്ചണിലൊരു ന്യൂ ലുക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും കേട്ടോ. അപ്പം കുറച്ച് DIY ഐറ്റംസ് ഇതുപോലെയൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറ്റി അടിപൊളിയായിട്ട് നമ്മുടെ കിച്ചൺ വെക്കാൻ പറ്റും. അപ്പം നമ്മുടെ കിച്ചൺ എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും ലേഡീസിനെ സംബന്ധിച്ച് എപ്പോഴും നമ്മൾ കിച്ചൺ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മുടെ കിച്ചണെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് അവിടെ നിന്ന് നമുക്ക് ഒരു ജോലി ചെയ്യാനാണേലും നമുക്ക് ഒരു ഇഷ്ടത്തോടു കൂടി ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. അപ്പം നമുക്ക് ഇഷ്ടം കൊണ്ടുവരാം. നമ്മൾ ജോലി ചെയ്യണ സ്ഥലത്ത് നമുക്കൊരു ഇഷ്ടം തോന്നണമെന്നുണ്ടെങ്കിൽ അവിടെ ഇതുപോലെ ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു മടുപ്പ് തോന്നില്ല. നമുക്കവിടെ നിൽക്കാനും നമുക്ക് കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ ഒരു ഇൻട്രസ്റ്റ് തോന്നും. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കുന്നത്. അപ്പം നിങ്ങൾക്കും തീർച്ചയായിട്ടും ഇത് യൂസ്ഫുൾ ആകുമെന്ന് പ്രതീക്ഷിക്കുന്നു.
അപ്പോൾ ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിങ്ങൾ പറയുമെന്ന് കരുതുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.